ഓരോ ദിവസത്തിനും പറയാനൊരു കഥയുണ്ടാക്കും അല്ലേ? ഇന്നത്തേത് ഒരു ടീച്ചറായ എന്റെ വീക്കെൻഡ് സ്റ്റോറിയാണ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്റ്റോറീസ് വിത്ത് രാജിയിലേക്ക് സ്വാഗതം. പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ടീച്ചേഴ്സിന് എന്താ സുഖം, മറ്റു പ്രൊഫഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അവധികളാണ് കിട്ടുന്നതൊക്കെ. എന്നാൽ ഈ പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ മിഥ്യാധാരണകളായിരുന്നു എന്ന്. നമ്മുടെ വീക്കെൻഡുകൾ ഓൺലൈൻ മീറ്റിംഗ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ മേക്കിംഗ്, പേപ്പർ കറക്ഷൻ, ലെസൺ പ്ലാൻ മേക്കിംഗ്, വർക്ക്ഷോപ്സ്, ഓൺലൈൻ കോഴ്സസ്, ന്യൂ ആക്ടിവിറ്റീസ് പ്ലാനിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, അങ്ങനെ പോകുന്ന നീണ്ട ലിസ്റ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായി കോപ്പി പേസ്റ്റ് ചെയ്യാനാകില്ല. മണിക്കൂറുകളോളം സമയമെടുത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ AI ടൂളുകൾ നമ്മുടെ സമയം കുറച്ചൊക്കെ ലഭിച്ചു തരുന്നുണ്ട്. ഇതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം പോലെ വീട്ടിലെ കാര്യങ്ങളും കൊണ്ടുപോകണം. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ആരോ നമ്മുടെ പ്രൊഫഷനെ കണ്ണുവെച്ചു എന്ന്. അതിനാലാകാം ഈയിടെയായിട്ട് വീക്കെൻഡ്സുകൾ വീക്ക് എൻഡായി മറന്നതുപോലെ തോന്നുന്നു. എന്തായാലും ഇപ്പോൾ മനസ്സിലായില്ലേ, ടീച്ചേഴ്സിന് കിട്ടുന്നത് റെസ്റ്റിനോടൊപ്പം റെസ്പോൺസിബിലിറ്റിയും കൂടെയാണെന്ന്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്താലും കുട്ടികളുടെ മുന്നിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഈ പ്രൊഫഷന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും ഒരു പുതിയ കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ശരി, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും മറക്കണ്ട കേട്ടോ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.